നമസ്കാരം. തമിഴ് സിനിമയിലെ പ്രധാന താരങ്ങളായ നയൻതാരയും ധനുഷും തമ്മിലുള്ള തർക്കം കോടതിയിലെത്തി ശക്തമായി മുന്നോട്ടു പോകുന്ന സമയത്ത് നയൻതാരയുടെ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവൻ തൻ്റെ എക്സ് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. ധനുഷിനെ പരിഹസിക്കുന്ന ഒരു റീൽ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വിഘ്നേഷ് ശിവൻ വിവാദത്തിൻ്റെ ആദ്യ നാളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഡിസംബർ ആദ്യ ദിനത്തിലെ അപ്രത്യക്ഷ സംഭവ വികാസം. ധനുഷ് ആരാധകരുടെ സൈബർ ആക്രമണത്തെ തുടർന്നാണ് വിഘ്നേഷ് എക്സ് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തതെന്നാണ് വിവരം. അതേസമയം അടുത്തിടെ ഗലാട്ട പ്ലസ് പാൻ ഇന്ത്യ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിളിൽ വിഘ്നേഷ് ശിവൻ പങ്കെടുത്തതും വലിയ ട്രോളായി മാറിയിരുന്നു. ഇദ്ദേഹം എന്ത് പാൻ ഇന്ത്യ നേട്ടമാണ് ഉണ്ടാക്കിയതെന്ന ചോദ്യമാണ് എക്സിലും മറ്റും ഉയരുന്നത്. കഴിഞ്ഞ വർഷവും ഇദ്ദേഹത്തെ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിളിൽ കണ്ടു. ഇദ്ദേഹം കഴിഞ്ഞ കാലത്ത് എടുത്ത പ്രധാന ചിത്രം ഏതാണെന്ന് ചോദ്യമാണ് ഉയരുന്നത്. ഇത്തരം ട്രോളുകളാണ് വിഘ്നേഷ് ശിവൻ എക്സ് ഉപേക്ഷിക്കാനുള്ള കാരണമെന്നാണ് കോളിവുഡിലെ ചില വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ സമീപകാല വിവാദങ്ങളുടെ പേരിലാണ് വിഘ്നേഷ് ട്രോൾ ചെയ്യപ്പെടുന്നത് എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. അതേസമയം അജിത് ചിത്രം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടുവെന്നും ഗലാട്ട പ്ലസിൻ്റെ പാൻ ഇന്ത്യ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിളിൽ വിഘ്നേഷ് തുറന്നു പറയുന്നുണ്ടായിരുന്നു. ആവേശം പോലെ ഒരു കോമഡി ആക്ഷൻ പടമാണ് താൻ എഴുതിയതെന്നും എന്നാൽ ചിത്രത്തിൻ്റെ നിർമ്മാതാവിന് ആ കഥ ഇഷ്ടപ്പെടാത്തതിനാൽ ആ സിനിമ നടന്നില്ല എന്നുമാണ് വിഘ്നേഷ് പറഞ്ഞത്. അതേസമയം ലൈക്ക് എന്ന ചിത്രത്തിൻ്റെ സംവിധാനത്തിലാണ് ഇപ്പോൾ വിഘ്നേഷ് ശിവൻ. ധനുഷും നയൻതാരയും തമ്മിലുള്ള തർക്കമാണ് കോളിവുഡിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമാ ലോകമാകെ ചർച്ചാ വിഷയമായിരുന്നു. നയൻതാരയുടെ നെറ്റ്ഫ്ലിക്സ് വിവാഹം ഡോക്യുമെൻ്ററിയിൽ ഞാനും റൗഡി താനിൽ നിന്നുള്ള 3 സെക്കൻഡ് ദൈർഘ്യമുള്ള ക്ലിപ്പ് ഉപയോഗിച്ചതോടെയാണ് പ്രശ്നം ഉടലെടുത്തത്. നഷ്ടപരിഹാരമായി 10 കോടി രൂപ ആവശ്യപ്പെട്ട് ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചു. ഇതോടെ നയൻതാര ശക്തമായി പ്രതികരിക്കുകയും ധനുഷിനെ വിമർശിച്ച് 3 പേജുള്ള വിശദമായ പ്രസ്താവന ഇറക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ധനുഷ് നയൻതാരയ്ക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ സിവിൽ അന്യായം ഫയൽ ചെയ്യുകയാണ് ചെയ്തത്.